50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഞാനും മെഡ്മിസ്റ്റേഴ്സും ഇതേ സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുട്ടിയെ നിങ്ങൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ ഡാഡിയുടെ വീട്ടുകാർ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടി മിസ്സായിട്ട് ഇത് 3ാമത്തെ ദിവസമല്ലേ? ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ താമസിച്ചാൽ ആദ്യം അന്വേഷിക്കേണ്ടത് സ്കൂളിലല്ലേ? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മോൾ അവളുടെ ഡാഡിയുടെ വീട്ടിലുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഫാദറിന്റെ വീട്ടുകാർ തന്നെ കുട്ടിയെ മാറ്റിയതാവാം കേസിന്റെ ബലത്തിന് വേണ്ടി. അല്ലെങ്കിൽ റിയൽ മിസ്സിംഗ്. ഫാദർ, ഡോക്ടറുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാശിയും പരസ്പര പഴിചാരലും മാറ്റിവെച്ച് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക. ഐ മീൻ പോലീസിൽ വിവരം കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്താം. നിങ്ങൾക്കുള്ള അത്ര തന്നെ സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. അത്രയ്ക്കെങ്കിലും മിസ്സസ് ജസ്റ്റിസും മനസ്സിലാക്കുക. പേടിത്തൊണ്ടൻ. വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ധൈര്യം ഉണ്ടെന്ന്. വീമ്പ് പറച്ചിലല്ല, ഇതുപോലത്തെ ഒരു കാട്ടി യക്ഷി ഒന്നുമില്ലെങ്കിൽ തളച്ചോണ്ട് കിടക്കുന്നില്ലേ ഞാൻ. എന്നെ എന്തിനാ കാട്ടി യക്ഷിയെന്നും വെള്ളാടി മുത്തിയെന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാദൃശ്യങ്ങളുണ്ടല്ലേ. ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടിയിരിക്കല്ലേ, ആ വഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്തും വെക്കാണെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലയുടെ ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവള് നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ഇവിടെ എല്ലാവർക്കും ഉള്ളു മണിക്കുട്ടിയാ. എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളോട്ട് കൂട്ടാക്കുന്നില്ല. എല്ലാവരോടും അവൾക്ക് ഇഷ്ടാ, എന്നെ ഒഴിച്ച്. എങ്ങനെയാ പറഞ്ഞു പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്? അവളത് അത്ര കാര്യമാക്കുന്നു ഞാൻ കരുതിയോ? സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ പല്ല് മുളയ്ക്കണല്ലോ. ഉണ്ടോ? ആ, അതാ അങ്കിള് പറഞ്ഞ് കൊമ്പുമില്ല. നോക്കിയേ, കൊമ്പുണ്ടോ? ഇപ്പൊ മുഖ പേടിയുണ്ടോ? എന്നാ തൊട്ട് നോക്കി. തൊട്ട് നോക്കും മോളെ. മോളെ തൊട്ട് നോക്ക്. ഇപ്പൊ നോക്ക് പേടിയുണ്ടോ? ഒട്ടും. ആ, ഇതാണ് വെള്ളാടിമുത്തി. ആ, കല്ലാക്കി മാറ്റിയതാ വെള്ളാടിമുത്തിയെ. അതോ പണ്ട് ഒത്തിരി പണ്ട് ഇരുട്ടുകുത്തി മല ഇറങ്ങി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെള്ളാടിമുത്തി വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് തലയിൽ ആണി അടിച്ച് ദേവിയാക്കി ഈ കല്ലിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. ഇപ്പോ നമ്മളുടെയൊക്കെ ദേവിയാ വെള്ളാടിമുത്തി. മോള് തൊഴുതോ. കുറച്ചും കൂടി ഇതാണ് കയറാൻ പറ്റുമോ? അതിനത് കാറും ബസ്സും ഒന്നും അല്ല. നിലയുണ്ടാവോടോ? ഇറങ്ങി നോക്ക്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. ആ, ഇരുട്ടായത് അങ്ങനെ മുങ്ങി പോവും. ആ, ചിലപ്പോ മുങ്ങി പോകും. താൻ ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? എന്തേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഭൂപടത്തിലില്ലാത്തൊരു സ്ഥലം അത്. പോയി ഈ സ്ക്രൂ ഡ്രൈവർ നമ്മന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? നീങ്ക യാരുങ്ക എങ്ങിരുന്ന് വാരുങ്ക? എന്റെ ഈശ്വര, വന്നത് തമിഴ്നാടായ. എന്നാച്ചേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഒന്നുമില്ല. ഓ, ഇനിയിപ്പോ ഇതൊന്നും എങ്ങനെ കാരണാവും? കാലന്മാരാ. പൊതുവാനോട് കളിക്കരുത്. ഇത് മോളെ, എന്ത് തോന്നിയാസോടോ താൻ കാണിച്ചത്? ഫലത്തിൽ ഇപ്പൊ കുട്ടീനെ കട്ടുകൊണ്ടൊന്നു പോലെ ആയില്ലേ? ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ദിവസത്തേക്ക് നമ്മൾ താൻ നിർബന്ധിച്ചപ്പോ ആട്ടേന്ന് ഈ പൊട്ടം പറഞ്ഞു. അത് എന്റെ വലിയ തെറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിന് ഞാനും കൂടി കൂട്ടുന്ന പോലെ ആയില്ലേ? ഈ വിവരങ്ങൾ അവിടെ അറിഞ്ഞ
സകലത്തിന്റെ പാലുമ തീ പിടിച്ചിരിക്കുക. അതാ ഞാൻ ഓടി വന്നത്. ചേട്ടാ ഞാൻ നിർബന്ധിച്ചിട്ട് മോള് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെ പോണാ? ചേട്ടൻ ആദ്യം ഒന്ന് കുളിച്ചു കയറ്. ഞാൻ കുളിച്ച് താമസിക്കാൻ വന്നുള്ള പട്ടി ആ കാലം വരെ വെള്ളത്തിൽ തട്ടിയിട്ട് നീ അറിഞ്ഞ? ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് വാ, ചേട്ടൻ നിർബന്ധിച്ച മോള് വരും. പിന്നെ എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് വളരെ അടുത്താ. ഈ ഹിമാലയത്തിലേക്കാണ് നീ ഈ കുട്ടിനെ കൊണ്ടുവരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പൊന്നെ ഇതെടുക്കണ്ടേ? എന്താ നിനക്ക് വേണത്? എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതികേടുള്ളൂ ഈശ്വര. മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാള് ഇത്രയും ദൂരം വന്നത്? നല്ല കുട്ടിയല്ലേ, മോള് വാ. മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട്. ആരോടും പറയാതല്ലേ കുട്ടി പോകുന്നത്? ദേ പൊതുവാളിനെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. 1001 പ്രാവശ്യം എന്നെ കിങ്കോങ് വിളിച്ചോ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണേ? മോളെ ദേ ഡ്രൈവറുകളല്ലേ പറയുന്നത്, മോളിപ്പോ മാമന്റെ കൂടെ പോ. ദേ ഡ്രൈവറുകൾ വരാൻ കൂടെ. ഗീതമോള് തമാശ പറയല്ലേ? ദേ പൊതുവാളിന് ദേഷ്യം വരുന്നുണ്ട്. കുറുമ്പ് കാട്ടാതെ വന്ന എന്റെ കൂടെ അടി കിട്ടും നിനക്ക്. തുടങ്ങി കരയാൻ. കരയല്ലേ കരയല്ലേ. കിങ്കോങ് വെറുതെ പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു മോളെ കൊണ്ടുവന്ന്? താൻ പറഞ്ഞോ? മുത്തച്ഛൻ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ഇല്ല, മോളെ എവിടേക്കും പോണില്ല. എന്റെ മോളെ കിങ്കോങ് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വന്നതല്ലേ. നല്ല മലഞ്ചെരിവുകളും പച്ച വയലേലുകളുള്ള മനോഹരമായിട്ടുള്ള നാട്. ആയ് ഞാനിപ്പോ അവിടെ ചെന്നിട്ട് എന്താടോ പറയാ? വല്ലാത്തൊരു കുടുക്കിലാണല്ലോ താൻ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. തൽക്കാലം ചേട്ടനവരോട് പറഞ്ഞോളൂ, വിഷമിക്കാനൊന്നുമില്ലെന്ന്. മോളിവിടെ സുഖമായിട്ടിരിക്കല്ലേ? നല്ല ചേലായി. ഈ വിവരം ഞാൻ അവിടെ ചെന്നാണ് പറയാ. എന്നിട്ട് ആ തള്ളയെ എന്നെ കിട്ടുന്നത് വാങ്ങിക്കുക. എടോ ആ സ്കൂളിൽ വേറെ എത്ര കുട്ടികളുണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് തനിക്കൂടെ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഇത് തന്നെ വേണമായിരുന്നോ? ഞാൻ പോട്ടെ.